Welcome back to online class. So before we start our class, we can recollect what we have learned in our previous class. In the last class, we speak about addition of decimal numbers and subtraction of decimal numbers. അല്ലേ രണ്ട് ഡെസിമൽ നമ്പറിനെ എങ്ങനെ ആഡ് ചെയ്യാം സബ്ട്രാക്ട് ചെയ്യാം എന്നെല്ലാം നമ്മൾ പഠിച്ചു. Today we are going to study some word problems about decimal numbers based on addition and subtraction of decimal numbers. ഓക്കെ, ഡെസിമൽ നമ്പേഴ്സിൻ്റെ അഡീഷൻ സബ്ട്രാക്ഷൻ ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അഡീഷൻ സബ്ട്രാക്ഷന് നമ്മൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആവാൻ വേണ്ടി നമ്മൾ ഒന്ന് രണ്ട് വേർഡ് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. നമ്മളെപ്പോഴും അങ്ങനെ അഡീഷൻ സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനും ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ അത് വെച്ച് കുറച്ച് വേർഡ് പ്രോബ്ലം ചെയ്ത് നോക്കും. ഓക്കെ, വളരെ സിമ്പിളാണ്. വേർഡ് പ്രോബ്ലത്തിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. നമ്മൾ ഒരു പ്രോബ്ലം തരുമ്പോൾ അത് മനസ്സിലാക്കുക, സ്റ്റെപ്പ് എഴുതുക, ആഡ് ചെയ്യാനാണെങ്കിൽ ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യാനാണെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുക, ഫൈനൽ ആൻസർ കണ്ടുപിടിക്കുക. സോ നമുക്ക് ക്വസ്റ്റനിലേക്ക് ഇറക്കാം. ഓക്കെ, so our first question: Rahul went to shopping. He spent 525.75 for dress and 138 for 47 rupees for books. This is a symbol for rupee. Rupee symbol real. How much money he spent all together? So shopping ഡ്രസ്സിന് വേണ്ടി 525.75 സ്പെൻഡ് ചെയ്തു. അടുത്തത് ബുക്സിന് വേണ്ടി 138.47 സ്പെൻഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആദ്യം എത്ര രൂപ സ്പെൻഡ് ചെയ്ത് കാണും? സോ ഓൾ ടുഗദർ ടോട്ടൽ കണ്ടുപിടിക്കുക. ടോട്ടൽ മീൻസ് സമ്മ് കണ്ടുപിടിക്കുക അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബുക്കിന് സ്പെൻഡ് ചെയ്തു ഡ്രസ്സിന് സ്പെൻഡ് ചെയ്തത് തമ്മിൽ സം നേടുക. സോ ഇറ്റ്സ് എ വേർഡ് പ്രോബ്ലം. സോ വി മസ്റ്റ് റൈറ്റ് ദ സ്റ്റെപ്പ്. ഓക്കെ, money spent for dress. How much? Rupees 525.75. Money spent for books. Rupees 138.47. Okay, now total money he spent. Total money means add these two values. That means 525.75 plus 138.47. നമ്മൾ ഇതിൻ്റെ ആൻസർ റൈറ്റ് സൈഡിൽ തന്നെ ചെയ്ത് കാണിക്കണം കേട്ടല്ലോ, ഈ സ്റ്റെപ്പ്. സോ നമ്മൾ ഇതിൻ്റെ സ്റ്റെപ്പ് റൈറ്റ് സൈഡിൽ തന്നെ ചെയ്ത് കാണിക്കണം. ഇവിടെ ആഡ് ചെയ്യുന്ന സ്റ്റെപ്പ് ഇവിടെ തന്നെ ചെയ്ത് കാണിക്കണം, എങ്കിലും നമ്മൾ കറക്റ്റ് മാർക്ക് കിട്ടും. ഓക്കെ, സോ 525.75 പ്ലസ് 138.47. 7 plus 5 12, remainder 1. 7 plus 4 11 plus 1 12, remainder 1. So I plus y 13 plus 1 14, 1. 3 plus 2 5, 5 plus 1 6, 6. So our answer rupees 664.22. ഓക്കെ, നിങ്ങൾ സാധാ ചെയ്യുന്ന പോലെ തന്നെ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക. അഡീഷൻ ആണെങ്കിൽ അഡീഷൻ ചെയ്യുക, സബ്ട്രാക്ഷൻ ആണെങ്കിൽ സബ്ട്രാക്ഷൻ ചെയ്യുക. അതിൻ്റെ സ്റ്റെപ്പ് റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നു മാത്രം കേട്ടോ എക്സാമിന്. ഓക്കെ, കറക്റ്റ് നമുക്ക് റെലവൻറ്റ് സ്റ്റെപ്പ് എഴുതണം, എങ്കിലേ വേർഡ് പ്രോബ്ലത്തിന് മാർക്ക് കിട്ടും. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അമ്മു, ദേവു, ലക്ഷ്മി ആർ ഫ്രണ്ട്സ്. ഫോർ പാർട്ടിസിപ്പേറ്റിംഗ് ദ സ്പോർട്സ് മീറ്റ്, ദ ഫിസിക്കൽ എഡ്യൂക്കേഷൻ master or teacher measures their heights. ഒരു സ്പോർട്സ് മീറ്റിന് വേണ്ടി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ഒരു 3 പേരുടെ ഹൈറ്റ് മെഷർ ചെയ്തു. ഹൈറ്റ്സ് ഓഫ് അമ്മു is 128.64, ദേവു is 134.74 and Lakshmi is 114.94. Then what is the total height of 3 of them? ഇപ്പോൾ 3 പേരുടെ ഹൈറ്റ് മെഷർ ചെയ്ത് നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ 3 പേരുടെയും കൂടെ ആകെ ഹൈറ്റ് എത്രയാണെന്ന്. സോ ടോട്ടൽ ചോദിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ബട്ട് ദിസ് ഇസ് ദ വേർഡ് പ്രോബ്ലം. So you must write the step. First step,
height of Amu. Height of Amu, that is 128.64 centimeter. Second, height of Dev, that is 134.74 centimeter. Third one, height of Lakshmi, 114.94 centimeter. Next, total height. Total height 128.64 plus 134.74 plus 114.94. So here മൂന്ന് ഡെസിബൽ നമ്പേഴ്സ് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? ഫസ്റ്റ് രണ്ടെണ്ണം ആഡ് ചെയ്യുമ്പോൾ സാധാ ചെയ്യുന്നില്ല. ഫസ്റ്റ് രണ്ടെണ്ണം ആഡ് ചെയ്യും, കിട്ടുന്ന ആൻസർ കൊണ്ട് തേർഡ് വണ്ണിനെ ആഡ് ചെയ്യും. നമുക്ക് ചെയ്യാം. സ്റ്റെപ്പ് റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കണം. ഫസ്റ്റ് നമുക്ക് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. 128.64 പ്ലസ് 134.74. 4 plus 4, 8. So 13. Made 1. 8 plus 12. 12 plus 1, 13. 1. 2 plus 3, 5. Plus 1, 6. 1 plus 1, 2. So here 263.38. Then we have to sum up. Plus 114.94. ഇനി നമുക്ക് ആ സം ചെയ്യാം. 114.94. 8 plus 4, 12. 2 here. Remained 1. 9 plus 3, 12. 12 plus 1, 13. 3 here. And remember 1 here. 3 plus 4, 7. 7 plus 1, 8. 6 plus 1, 7. 2 plus 1, 3. So total height 378.32 centimeter. Simple one. Addition subtraction വളരെ എളുപ്പമാണ്. ഇപ്പോൾ നമ്മൾ ചെയ്ത അഡീഷൻ്റെ ക്വസ്റ്റൻ ആണ്. ഇനി നമുക്ക് സബ്ട്രാക്ഷൻ ചെയ്യുക. സോ എളുപ്പമാണ്, വായിച്ച് മനസ്സിലാക്കുക. ടോട്ടൽ ആണോ ഡിഫറൻസ് ആണോ കണ്ടത് നമുക്ക് മനസ്സിലാക്കുക. ടോട്ടൽ ആണെങ്കിൽ സം ചെയ്യുക. നമുക്കല്ലേ ബാലൻസ്, ലെഫ്റ്റ് ഇങ്ങനെയൊക്കെയുള്ള വേർഡ് ആണെങ്കിൽ നമുക്കറിയാം എന്താ ഡിഫറൻസ് ആണ്, അത് കണ്ടുപിടിക്കുക. എന്നിട്ട് സ്റ്റെപ്പ് എഴുതി പ്രോബ്ലം ചെയ്യുക. റൈറ്റ് സൈഡിലതിൻ്റെ സ്റ്റെപ്പും കാണിക്കുക. സോ third question. Rahim had 356.78 rupees in his hand. Rahimന്റെ കയ്യിൽ 356.78 rupees ഉണ്ട്. He spent 147.39 for his shopping. ഷോപ്പിങ്ങിന് വേണ്ടി അവൻ എത്രയാണ് സ്പെൻഡ് ചെയ്തത്? 147.39. How much money he had left? അങ്ങനെയാണെങ്കിൽ അവൻ്റെ കയ്യിൽ ബാക്കി എത്ര രൂപ കാണും? ബാലൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. മുമ്പ് നമ്മൾ ടോട്ടലാണ് കണ്ടുപിടിച്ചില്ലേ? കുറേ സ്പെൻഡ് ചെയ്ത കുറേ എമൗണ്ടുകളെല്ലാം അവിടെ സം ചെയ്യും. ഇപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് എമൗണ്ട് അയാളുടെ കയ്യിൽ ഉണ്ടായിരുന്നു, കുറച്ച് നമ്മൾ സ്പെൻഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ബാലൻസ് ഇപ്പോൾ എത്രയാണ്? അപ്പോൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? സമ്മാണോ ഡിഫറൻസ് ആണോ? ഡിഫറൻസ്. നമ്മൾ കുറേ എണ്ണം തന്നിട്ട് നമ്മൾ ടോട്ടലാണ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ സം ചെയ്യും. നമ്മൾ ബാലൻസോ നമ്മളിപ്പോൾ എന്തെങ്കിലും കൊടുക്കാനുള്ളതോ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ എന്താണ് നമ്മൾ ഡിഫറൻസ് കണ്ടുപിടിക്കും. ഓക്കെ, എപ്പോഴാണ് നമ്മൾ സ്റ്റെപ്പ് എഴുതണം. ഫസ്റ്റ് ടോട്ടൽ in his hand. ആദ്യം കയ്യിൽ എത്ര ഉണ്ടായിരുന്നു? റുപ്പീസ് 356.78. Money spent for shopping. ഷോപ്പിങ്ങിന് എത്ര രൂപ അയാൾ സ്പെൻഡ് ചെയ്തു? റുപ്പീസ് 147.39. ഇത് റുപ്പീസിൻ്റെ സിമ്പിളാണ്, അറിയാമല്ലോ. ബുദ്ധിമുട്ടുള്ളവർ RS എന്ന് കൊടുക്കുക, എന്നാലും കൂടുതൽ സിമ്പിൾ തന്നെ യൂസ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് ഹൗ മച്ച് മണി ഹി ഹാഡ് ലെഫ്റ്റ്. ബാലൻസ് എമൗണ്ട് ഇൻ ഹിസ് ഹാൻഡ്. സോ ആദ്യം ഇത്ര ഉണ്ടായിരുന്നു, ഇത്രയും ചിലവാക്കി. ബാലൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ടോട്ടൽ ഉണ്ടായിരുന്ന എമൗണ്ടിൽ നിന്നും സ്പെൻഡ് ചെയ്ത എമൗണ്ട് സബ്ട്രാക്ട് ചെയ്യുക. സോ 356.78 മൈനസ് 147.39. സ്റ്റെപ്പ് ഇത് നമ്മൾ ചെയ്ത് കഴിക്കുന്നത് നമ്മൾ ആ സബ്ട്രാക്ട് ചെയ്യുന്ന സ്റ്റെപ്പ് നമ്മൾ റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കണം. സോ 356.78 മൈനസ് 147.39 സബ്ട്രാക്ട് ചെയ്യാം.
This is not possible. Like 18 subtracting 1 borrow here, so it become 18. Here 9. So 1 borrow is 6. 6 minus 3, 3 here. This is not possible. 6 minus 7 possible alla. So left in 1 borrow here 4 out 16 out. 16 minus 7, 9. Here 4 minus 4, 0. 3 minus 1, 2. So balance amount atrana rupees 209.39. ഒന്ന് മറക്കരുത്. 39 ഒന്നും വായിക്കരുത്, ഓർമ്മയുണ്ടല്ലോ. ഡെസിമൽ പോയിന്റ് കഴിഞ്ഞാൽ നമ്പേഴ്സ് ഓരോ ഡിജിറ്റ് വായിക്കണം. 209.39. ഓക്കെ, ക്ലിയർ ആയില്ലേ? Our next question. There are 893.42 rupees in HU's bank account. He withdraw rupees 535.97 from his account. So 893.42 rupees അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു. അത് എത്ര വിഡ്രോ ചെയ്തു? ബാങ്കിൽ നിന്ന് കുറച്ച് പൈസ പിൻവലിച്ചു. 535.97. What is the balance amount in his bank account? അതിന്റെ ബാലൻസ് അക്കൗണ്ടിൽ ബാക്കി എത്ര രൂപ കാണും? ബാലൻസ് എമൗണ്ട് ഇപ്പോൾ ലെഫ്റ്റ്, ഹൗ മച്ച് മണി ഹിയർ ലെഫ്റ്റ്, വാട്ട് ഈസ് ദ ബാലൻസ് അക്കൗണ്ട്, അല്ലെങ്കിൽ എത്രയാണ് ഇനി കൊടുക്കാനുള്ള. അപ്പോൾ ബാങ്കിൽ നിന്ന് കുറച്ച് ബോറോ ചെയ്തു, കുറച്ച് പൈസ തിരിച്ചടച്ചു, ഇനി എത്ര രൂപ തിരിച്ചടയ്ക്കാനുണ്ട്, ബാലൻസ് ലെഫ്റ്റ്, ഇങ്ങനെയൊക്കെയുള്ള വേർഡ്സ് വന്നാൽ നമുക്ക് ഉറപ്പിക്കുക എന്ത് ചെയ്യാനാണ്? സബ്ട്രാക്ഷൻ. ഇതിൽ നിന്നും ആദ്യം ഉണ്ടായിരുന്ന ഇനിഷ്യൽ മണിയിൽ നിന്നും ടോട്ടൽ മണിയിൽ നിന്നും നമ്മൾ എത്രയാണ് യൂസ് ചെയ്തത് അത് സബ്ട്രാക്ട് ചെയ്യുക. നമ്മൾ ആദ്യം സ്റ്റെപ്പ് എടുക്കുക. ടോട്ടൽ മണി ഇൻ ബാങ്ക് അക്കൗണ്ട് rupees 893.42. ഇനി എന്താണ്? ഇത്രയും രൂപ പിൻവലിച്ചു. withdrawal money rupees 535.97. Next, balance amount in bank account. Balance amount, total money minus used money. 893.42 minus 535.97. ചെയ്യുന്ന സ്റ്റെപ്പ് റൈറ്റ് സൈഡിൽ തന്നെ കാണിക്കാം. ആദ്യം 893.42 minus 535.97. So 2 minus 7 പോസിബിൾ അല്ല. സോ 1 ബോറോ ചെയ്തു, ഇവിടെ 3 ആയി, ഇവിടെ 12 ആയി. 12 minus 7 5. 3 minus 9 പോസിബിൾ അല്ല. സോ ഇവിടുന്ന് 1 ബോറോ ഇവിടെ 2 ആവും, ഇവിടെ എന്താവും? 13 ആവും. 13 minus 9 4. ഇനി 2 minus 5 പോസിബിൾ അല്ല. സോ 1 ഇവിടുന്ന് ബോറോ ചെയ്യണേ, ഇവിടെ 8 ആവും, ഇവിടെ 12 ആവും. 12 minus 5 7. Next 8 minus 3 possible ആണ് 5. 8 minus 5 3. So answer balance amount rupees 357.45. So നമ്മൾ ചെയ്ത പ്രോബ്ലംസ് എല്ലാം നോക്കുക. അഡീഷൻ്റെ സബ്ട്രാക്ഷനെ ബേസ് ചെയ്താണ് നമ്മളെല്ലാം ചെയ്തത്. സോ ഇതൊരു വലിയ ചാപ്റ്റർ ആയിരുന്നു. നമ്മൾ ആദ്യം ഡെസിമൽ നമ്പർ പഠിച്ചു അല്ലേ? ഫ്രാക്ഷൻ, ഡെസിമൽ ഫ്രാക്ഷൻ ആദ്യം പഠിച്ചു. ഡെസിമൽ ഫ്രാക്ഷൻ നമ്മൾ ഡെസിമൽ നമ്പർ എങ്ങനെ എഴുതാമെന്ന് പഠിച്ചു, വേർഡ്സിലോട്ട് എങ്ങനെ എഴുതാമെന്ന് പഠിച്ചു, തിരിച്ചും മറിച്ചും പഠിച്ചു. ഡെസിമൽ നമ്പറിൽ നിന്ന് ഡെസിമൽ ഫ്രാക്ഷൻ എഴുതാൻ പഠിച്ചു, ഡെസിമൽ നമ്പറെ കമ്പയർ ചെയ്യാൻ പഠിച്ചു, അസെൻഡിങ്ങും ഡിസെൻഡിങ്ങും പഠിച്ചു ഇല്ലേ? ലൈക്ക് ഡെസിമലും അൺലൈക്ക് ഡെസിമലും പഠിച്ചു. അൺലൈക്ക് ഡെസിമൽ എന്നാൽ ലൈക്ക് ആക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു. ഒരുപാട് കാര്യങ്ങൾ പഠിച്ചില്ലേ ഈ ചാപ്റ്റർ. അങ്ങനെ ഒരുപാട്. പിന്നെ അഡീഷൻ പഠിച്ചു, സബ്ട്രാക്ഷൻ പഠിച്ചു. സോ ഇതെല്ലാം നമുക്ക് ഈ ചാപ്റ്റർ വളരെ യൂസ്ഫുൾ ആണ്. ഇനിയുള്ള വരുന്ന വർഷങ്ങളെല്ലാം ഡെസിമൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആണ്. നമുക്ക് ഒരു ബേസിക് ഒരു ബിൽഡ് തന്നെയാണ്. നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ പറയത്തില്ലേ പ്ലാറ്റ്ഫോം കിട്ടണം. പ്ലാറ്റ്ഫോം കിട്ടുന്ന പോലെ തന്നെയാണ് ഈ ഡെസിമൽ നമ്പേഴ്സ്. സോ ഈ ചാപ്റ്റർ വൃത്തിയായിട്ട് തന്നെ പഠിക്കുക. ഓരോ പ്രോബ്ലം ചെയ്ത് തന്നെ പഠിക്കുക. ഓരോ സെക്ഷൻ ചെയ്ത് തന്നെ പഠിക്കുക. അസെൻഡിങ്ങും ഡിസെൻഡിങ് ആയാലും എന്തായാലും, കമ്പയറിങ് ആയാലും അല്ല ലൈക്കോ പ്ലേസ് വാല്യൂ ആയാലും കൺവേർഷൻ ആയാലും എന്തായാലും ചെയ്ത് തന്നെ പഠിക്കുക. ഇഫ് യു ഹാവ് എനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ഓക്കെ, സോ ഈ ചാപ്റ്റർ നമ്മളിവിടെ കഴിഞ്ഞു. Okay students, today we can conclude our section.
We'll be see you on the next class with our next chapter. Thank you.